നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കപ്പ് റവ എടുക്കുക. റവ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഒരു കപ്പ് റവ എടുക്കുന്നുള്ളൂ. എളുപ്പത്തിൽ വൈകുന്നേരത്തെ ഒരു ചായക്കടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഇനി പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിച്ചിട്ടാണ് നമ്മളിത് കുതിർത്തി വെക്കുന്നത്. പാലിന് അളവൊന്നുമില്ല, അതൊന്ന് കുതിരാൻ വേണ്ടി തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം കേട്ടോ, അത് ഇഷ്ടമുള്ള ഉപയോഗിക്കുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഏലക്കാപ്പൊടി, പിന്നെ മധുരത്തിനാവശ്യമായ പഞ്ചസാര. അത് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യട്ടോ, മധുരമൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. മധുരമില്ലാതെ പലഹാരത്തിൻ്റെ ടേസ്റ്റും ഉണ്ടാവില്ല. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാൽ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഇത്രയും മതി. ഒന്ന് നമുക്ക് മാറ്റി വെക്കാം. നമുക്കിത് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കേ. നമുക്ക് കുറച്ച് പഞ്ചസാര കാരമൽ ചെയ്യണം. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് നോക്കി കൊടുക്കാം. പഞ്ചസാര കാരമലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ കുതിർത്ത് വെച്ച റവയല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിങ്ങനെ വഴറ്റിയെടുക്കണം. ചെറിയ തീയിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക. അത് നമുക്ക് നന്നായിട്ടൊന്ന് പാലൊന്ന് വറ്റി വരട്ടെ, റവ ഒന്ന് കുറുകി വരണം. നമ്മളെ റവ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വേവാൻ അധികം വേവൊന്നുമില്ല, എന്നാലും ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ശരിയായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാനായിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കാഷ്യൂ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് നമ്മുടെ സ്നാക്കൊന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് നന്നായിട്ട് വറുത്ത് വരണം. കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇത് നല്ല ബ്രൗൺ ആയിട്ടില്ല, ഇത് മതി, ഇത്രയും മൂത്താൽ മതി. നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിന് അടിഭാഗത്ത് നമുക്ക് കുറച്ച് നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ച് കാഷ്യൂ മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മളിതാ വേവിച്ച് വെച്ച് റവയുടെ കൂട്ടില്ലേ, അത് ഇതിലേക്ക് ഇങ്ങനെ കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ മറ്റ് ഏതെങ്കിലും ഷേപ്പുള്ള പാത്രം ഉണ്ടെങ്കിൽ അതിലാക്കിയാൽ മതി. ഞാനിപ്പോൾ ഇതുപോലൊരു ബൗളിലാണ് ചെയ്തത്. ഇതിൻ്റെ മേലെ നമുക്ക് നെയ്യിൽ വറുത്ത് കാഷ്യൂ മുന്തിരിയൊക്കെ അലങ്കരിക്കാൻ വെക്കാം. എന്നിട്ട് നമുക്ക് തണുത്ത ശേഷം ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ചിട്ടും കഴിക്കാം, കുറച്ചും കൂടി തണുപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ഇത് ആറിയ ശേഷം നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചും കഴിക്കാം. ഇതൊക്കെ തണുപ്പിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടില്ല, ഇതിൽ നിന്ന് തന്നെ തണുത്തതാണ്. നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചായക്ക് കടിയായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്ക് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.